പെട്രോൾ ഡീസൽ വിലവർദ്ധന പിൻവലിക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ അന്യായമായ ഇത്തരം നടപടികൾ അവസാനിപ്പിക്കുക. നരേന്ദ്രമോദി ഭരണക്കാരെ ഉയരുന്നു രാജ്യവ്യാപക പ്രതിഷേധം കോൺഗ്രസ് സിന്ദാബാദ് വർദ്ധിപ്പിച്ച സർക്കാരെ നരേന്ദ്രമോദി സർക്കാരെ കോൺഗ്രസ് സിന്ദാബാദ് പെട്രോളിനും ഡീസലിനും വ്യാപകമായി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർദ്ധനവിനെതിരെ പ്രതിഷേധ ധർണകൾ നടക്കുകയാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പിടിച്ചുവെച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അപ്രഖ്യാപിതമായി ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില വർദ്ധിപ്പിക്കാറുണ്ട്. യുദ്ധത്തിൻ്റെ മറവിലാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ സംസ്ഥാന കേന്ദ്ര സർക്കാർ സബ്സിഡി കൊടുത്തുകൊണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില പിടിച്ചെടുത്തുകയുണ്ടായി. അപ്പോൾ അതുപോലെ പെട്രോളിൻ്റെ ഡീസലിനെ പിടിച്ചെടുത്താൻ സാധിക്കും. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് എടുക്കുന്നത്. ഭരണം ഈ രാജ്യത്തെ ജനങ്ങളെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി 2-3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ രാജ്യത്തെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും ഒക്കെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം ഇത്തരത്തിൽ ഇന്ധനവില കൂട്ടാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഇന്ധനവില കൂട്ടിക്കൊണ്ട് ജനങ്ങളെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഈ നരേന്ദ്രമോദിയുടെ ഭരണകൂടം നിരന്തരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, നേരത്തെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ ദാരിദ്ര്യത്തിൽ പൊറുതിമുട്ടുകയാണ് ഈ ഭരണകൂടത്തിന്റെ ഇത്തരത്തിലുള്ള ഭീകരമായ പ്രവർത്തനങ്ങൾ ഫലമായിട്ട്. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിക്കുമ്പോൾ ഉപഭോഗ സംസ്ഥാനമായ നമ്മുടെ കേരളത്തിൽ എല്ലാ വസ്തുക്കളുടെയും വില വർദ്ധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത്തരത്തിൽ ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരെ വലിയ വ്യാപകമായ സമരങ്ങളിലേക്ക് നാം കടക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് മുന്നിട്ട് പോവുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന ഈ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിനെതിരെയുള്ള വികാരം നമ്മുടെ രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിക്കുന്ന ഈ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിനെതിരെയുള്ള പെട്രോളും ഡീസലിന്റെയും ഒക്കെ വില, ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ഗണ്യമായി കുറയുമ്പോൾ, മറ്റ് രാജ്യങ്ങളിലൊക്കെ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില കുറയുമ്പോൾ ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് സമീപ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും ഒക്കെ വില വർദ്ധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് കേരളത്തിലെമ്പാടും ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒക്കെ വില അന്യായമായി കുതിച്ച് ഉയർത്തുകയാണ്. ഒരു തരത്തിലും ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് വില നിലവാരം പിടിച്ചു നിർത്തുവാനുള്ള ഒരു തരത്തിലുള്ള ശ്രമവും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നടത്തുന്നില്ല. കുത്തകക്കാരെ, പെട്രോൾ ഏജൻസിമാരെയും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള നടപടികളുമായിട്ടാണ്, കുത്തകകളെ സഹായിക്കുന്ന നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരായിട്ടാണ് കേരളത്തിലെമ്പാടും ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ സമരം നടക്കുന്നത്. ഇതിനെതിരെ വ്യാപകമായ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തു.